ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. വയലാർ എഴുതിയത് തിരുവനന്തപുരത്തെ ഒരു നദീതീരത്തിരുന്നാണ്. എവിടെ തിരിഞ്ഞാലും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഇടം. പ്രകൃതി സൃഷ്ടി കൊണ്ട് വിസ്മയിപ്പിക്കുന്ന നെയ്യാറിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ ഇന്നത്തെ ആദ്യ യാത്ര. തിരുവനന്തപുരത്തിനൊരു പ്രത്യേകതയുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ തിരയടിയുടെ താളമെങ്കിൽ കിഴക്ക് സഹ്യൻ്റെ വന്യതയാണ്, നിശബ്ദതയാണ്. തിരുവനന്തപുരത്ത് നിന്ന് കിഴക്കോട്ട് സഞ്ചരിച്ചെത്തിയാൽ നെയ്യാർ വന്യജീവി സങ്കേതം, നെയ്യാർ ഡാം അവിടെയുണ്ട്. കാണാൻ കാഴ്ചകൾ നിരവധിയാണ് ആ നാട്ടിൽ. ഈ നദി നെയ്യാർ പൂവാറിലെ പൊഴിക്കരയിലാണ് അറബിക്കടലിലേക്ക് ചേരുന്നത്. അവിടെ നിന്ന് പിന്നിലേക്ക് സഞ്ചരിച്ചാൽ നെയ്യാറിൻ്റെ ഉത്ഭവം കാണാം. അപ്പോൾ ഈ യാത്ര നെയ്യാറിലേക്കാണ്. നെയ്യാർ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ വന്യജീവി സങ്കേതത്തിലെ വന്യമായ കാഴ്ചകൾ കണ്ടുവരാം. തിരുവനന്തപുരത്ത് നിന്ന് 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നെയ്യാർ ഡാമെത്താം. ഇതാണ് നെയ്യാർ ഡാമിൻ്റെ പ്രവേശന കവാടം. ചെറിയൊരു പ്രവേശന പാസ്സുണ്ട്. ഒരാൾക്ക് 10 രൂപയ്ക്കുള്ള പാസ് എടുത്താൽ ഈ നെയ്യാർ ഡാമിൻ്റെ ഗാർഡനുള്ളിലേക്ക് പ്രവേശിക്കാം. അണക്കെട്ട് കാണാം തൊട്ടപ്പുറത്ത്. നെയ്യാറിന് മുകളിലെ അണക്കെട്ടാണിത്. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഗ്രാവിറ്റി ഡാമുകളിൽ ഒന്നാണ് നെയ്യാർ ഡാം. 1958 നെയ്യാർ ഡാം കമ്മീഷൻ ചെയ്യുന്നത്. കൃഷി ആവശ്യത്തിന് വേണ്ടിയുള്ള ജലസേചനമായിരുന്നു ഡാം നിർമ്മിക്കുന്നതിൻ്റെ ലക്ഷ്യം. നെയ്യാറിന് കുറുകെ അണക്കെട്ടു പണിതിരിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പഴയ പേര് ചേമ്പിലാമൂടെന്നായിരുന്നു. ഇന്നാട്ടിലെ പുതുതലമുറയ്ക്ക് ആ പേര് അന്യമാണ്. 6.5 പതിറ്റാണ്ടിനു മേലെയായി ചേമ്പിലാമൂട് നെയ്യാർ ഡാമായി മാറിയിട്ട്. 295 മീറ്റർ നീളമുണ്ട് അണക്കെട്ടിന്. 56.08 മീറ്റർ ഉയരത്തിലും 4.5 മീറ്റർ വ്യാസത്തിലുമാണ് ഇവിടെ നെയ്യാറിനെ തടഞ്ഞിരിക്കുന്നത്. അണക്കെട്ടിനു പിന്നിൽ 9.1 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ ജലാശയം പരന്നു കിടക്കുന്നു. സംഭരണിയുടെ പരമാവധി ജലനിരപ്പ് 84.75 മീറ്റർ. 3.75 TMC ജലം സംഭരിക്കാൻ ശേഷി. നെയ്യാർ അണക്കെട്ട് 4 പ്രധാനപ്പെട്ട ഷട്ടറുകളുണ്ട്. ജലനിരപ്പ് ഉയർന്നു കഴിയുമ്പോൾ ഈ ഷട്ടറുകൾ ഉയർത്തും. ഈ ഷട്ടറുകളെ കൂടാതെ 2 വശത്തും കനാലുകളുണ്ട്. നിലവിൽ ഷട്ടറുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. ഷട്ടറുകൾ തുറന്നാലുള്ള കാഴ്ച കാണണ്ടേ. പ്രധാന ഷട്ടറുകൾ കൂടാതെ ഇടതുകര കനാലും വലതുകര കനാൽ വഴിയും ജലസേചനം നടത്തുന്നു. ഇടതുകര കനാലിനു നീളം 33.8 കിലോമീറ്റർ. 41 സബ് കനാലുകളുമുണ്ട്. വലതുകര കനാലിനു നീളം 33.4 കിലോമീറ്റർ. 67 സബ് കനാലുകളും. ചുരുക്കത്തിൽ നെയ്യാറ്റിൻകര, കാട്ടാക്കട, തിരുവനന്തപുരം എന്നിങ്ങനെ 3 താലൂക്കുകൾക്കും കന്യാകുമാരി ജില്ലയുടെ ചില ഭാഗങ്ങൾക്കും കുടിവെള്ളവും മണ്ണിന്റെ ജീവജലവും നെയ്യാറാകുന്നു. ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി.
വയലാർ പാടിയതാണ്. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. നെയ്യാറിൻ്റെ തീരത്തിരുന്ന് വയലാർ എഴുതിയതാണ് ഈ പാട്ടെന്നാണ് പ്രബലമായൊരു കഥ. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. നെയ്യാർ ഡാമിൽ നിന്ന് നോക്കിയാൽ അങ്ങ് വിദൂരതയിൽ ഒരു മലമുകളിൽ ഒരു ക്ഷേത്രം കാണാം. അതൊന്ന് നോക്കി വെച്ചോളൂ. നെയ്യാറും പരിസര പ്രദേശങ്ങളും ഒക്കെ നിരവധി സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട്. നെയ്യാറിലെ പവലിയനാണ് വാച്ച് ടവർ, മണിമേട. ഇതിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ദൃശ്യം ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്, മിസ് ചെയ്യരുത്. ഇവിടെ നിന്ന് നീങ്ങുമ്പോൾ സർക്കാരിനോടൊന്ന് പറയാനുണ്ട്. നെയ്യാർ ഡാമിന്റെ മുഖഛായയായിരുന്നു ആ കാട് മൂടിക്കിടക്കുന്ന ഉദ്യാനം. വിനോദസഞ്ചാരത്തിന് അനന്തമായ സാധ്യതയുള്ള തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്പോട്ടിനെ നിങ്ങളായി നശിപ്പിക്കരുത്. ഇവിടെ നടക്കുന്ന ഇക്കോ ടൂറിസം വളരെയധികം സഞ്ചാരികളെ ആകർഷിച്ചു വരുന്നു. അതായത് ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ ചീങ്കണ്ണികളും ഡിയർ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ പുള്ളിമാനുകളും സഞ്ചാരികളെ ആകർഷിക്കുന്ന കേന്ദ്രങ്ങളാണ്. അതുപോലെ തന്നെ ഈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി താമസിക്കാൻ ആയിട്ട് സൗകര്യമൊരുക്കുന്ന സ്റ്റേ പാക്കേജുകളുണ്ട്. കൂടാതെ ഒരു 3D തിയേറ്ററിൻ്റെ പണികൾ പൂർത്തിയായി വരികയാണ്. സാഞ്ചുറിയുടെ ആകെ ഏരിയ എന്ന് പറയുന്നത് 128 സ്ക്വയർ കിലോമീറ്ററാണ്. 128 സ്ക്വയർ കിലോമീറ്ററിൽ 9.1 സ്ക്വയർ കിലോമീറ്റർ നെയ്യാർ ഡാമിൻ്റെ ജലാശയമാണ്, വാട്ടർ സ്പ്രെഡ് ഏരിയയാണ്. ഇതിൽ നടത്തുന്ന ബോട്ടിംഗാണ് വളരെ പ്രധാനമായിട്ടും സഞ്ചാരികളെ ആകർഷിച്ചു വരുന്നത്. മറ്റേ ജാക്കറ്റൊക്കെ മാറ്റി പുതിയ ജാക്കറ്റാണ്, ലൈഫ് ജാക്കറ്റ്. നെയ്യാർ ഡാമിലേക്ക് സാധാരണ വരുന്ന വിനോദസഞ്ചാരികൾ ആ അണക്കെട്ടിന് മുകളിലും ഉദ്യാനത്തിലുമൊക്കെ കണ്ട് തിരിച്ചു പോകാറാണ് പതിവ്. അങ്ങനെ പോകരുത്. നെയ്യാർ ജലസംഭരണിയാണ്, നെയ്യാറിലെ ജലാശയമാണിത്. നെയ്യാർ വന്യജീവി സങ്കേതമാണ് എൻ്റെ ചുറ്റും ഇങ്ങനെ പരന്നു കിടക്കുന്നത്. മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ നിന്ന് ബോട്ടിംഗ് ഉണ്ട്. അത് ടൂറിസം വകുപ്പിൻ്റെ ബോട്ടിംഗ് ഉണ്ട്, അതുപോലെ വനം വകുപ്പിൻ്റെ ബോട്ടിങ്ങും ഉണ്ട്. വനം വകുപ്പിൻ്റെ ബോട്ടിങ്ങിൽ പോയാൽ നെയ്യാർ എക്കോ ടൂറിസം സെൻ്ററുകളുണ്ട് കാടുകൾക്കകത്ത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഹൃദയഭാഗമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പക്ഷി സസ്യ ജന്തുജാലങ്ങളാൽ സമ്പുഷ്ടമാണിവിടെ. എനിക്ക് പിന്നിൽ കാണുന്നതാണ് അഗസ്ത്യാർകൂടം എന്ന് പറയുന്നൊരു മലനിര. പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ അതിമനോഹരമായ സ്ഥലമാണ്. സസ്യങ്ങളാലും ഔഷധങ്ങളാലും ഫ്ലവർ പൂക്കളാലും അതിമനോഹരമായ സ്ഥലമാണ്. അവിടെ ട്രക്കിംഗ് അനുവാദമാണ്. ജനുവരി ഫെബ്രുവരിയിലാണ് ഇതിൻ്റെ സീസൺ ടൈം. ശരിക്കും ആ മലയിൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അഗസ്ത്യമുനി അവിടെ കിടക്കുന്നത് പോലെ അതിൻ്റെ ഫേസ് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങ് അകലെ ഒരു വെള്ളച്ചാട്ടം, പുലി വീഴുന്ന അഞ്ജന എന്നാണ് അതിൻ്റെ പേര്. നെയ്യാറിലൂടെയുള്ള യാത്രക്കിടെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യജീവികളും ചീങ്കണ്ണിയും വിവിധ തരം പക്ഷികളുമെല്ലാം നമ്മുടെ കൺമുന്നിൽ വന്നു നിന്ന് നമ്മളെ വിസ്മയിപ്പിക്കും. അക്ഷരാർത്ഥത്തിൽ നെയ്യാറിലൂടെയുള്ള ഈ ബോട്ട് യാത്ര നമുക്ക് ത്രസിപ്പിക്കുന്ന ഒരു അനുഭവമായിരിക്കും. കൺമുന്നിൽ കാണുന്ന മലമടക്കുകളിൽ നിന്ന് 4 ആറുകൾ ഉത്ഭവിക്കുന്നു. നെയ്യാറും
കല്ലാറും മുല്ലയാറും വള്ളിയാറും. ഒടുവിൽ അമ്മ പേരാറായി നെയ്യാറായി അവ ഒഴുകി പരക്കുന്നു. ഓക്കെ, കാട്ടാനയല്ല, പേടിക്കണ്ട. ഇവൾ ജയശ്രീ, 55 വയസ്സാണ്. സവാരി ആനയാണ്. അത് കണ്ണൻ, കുട്ടിയാന, ഒരു കുട്ടി കൊമ്പൻ. 6 വയസ്സാണ് അവൻ്റെ പ്രായം. ഇത് കോട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നുള്ള ആനകളാണ്. നെയ്യാർ ഡാമിൽ നിന്ന് മരക്കുന്നം ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ ഡീർ പാർക്കിലേക്ക് എത്താം, അതുപോലെ ക്രൊക്കഡൈൽ പാർക്കിലേക്ക് എത്താം. ക്രൊക്കഡൈൽ പാർക്കിലാണ് തൽക്കാലം ഈ 2 ആനകളെയും താമസിപ്പിച്ചിരിക്കുന്നത്. അവർക്കുള്ള ഭക്ഷണമൊക്കെ ജീവനക്കാർ യഥാസമയം നൽകുന്നുണ്ട്. അഗസ്ത്യ ക്രൊക്കഡൈൽ പാർക്കിലെ ചീങ്കണ്ണികളാണ്. ഒന്നതാ കിടക്കുന്നു, ഒന്നതിൻ്റെ തൊട്ടടുത്ത് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അതിന് കഴിക്കാനുള്ള ഭക്ഷണമാണ് ഇട്ടിരിക്കുന്നത്. 2 ചീങ്കണ്ണികൾ വേറെയുണ്ട്. മൊത്തം 8.5 ഹെക്ടറാണ് ഈ സ്ഥലം, മാൻ പാർക്ക്. പിന്നെ 221 മാനുണ്ട്. 150 കിലോ തീറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. 800 കിലോ പില്ല് 2 നേരമായിട്ട്. പ്ലാവിൻ്റെ തോല് 475, പയർ 50 കിലോ, മിനറൽ മിക്സർ 4 കിലോ. ഇതിനാണ് നമ്മൾ ഈ മാനിന് കൊടുക്കുന്നത് ഡെയിലി. ഒരു അതിഗംഭീര വിഷ്വൽ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയാണ് ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത്. ബുള്ളറ്റിൻ കയറി വരികയല്ല, നടക്കണം. നടന്ന് പടം കഴിഞ്ഞു. കാളിപാറയ്ക്ക് മുകളിലാണ്. കാളിപാറ ലോകാംബിക ദേവി ക്ഷേത്രം ഇവിടെയാണ്. എൻ്റെ പിന്നിൽ കാണാം നെയ്യാറിൻ്റെ അണക്കെട്ട്. നെയ്യാർ ഏറ്റവും മനോഹരിയായി കാണാൻ സാധിക്കുക ഇവിടെ നിന്നാണ്. അത് നെയ്യാറിലെ അണക്കെട്ടാകട്ടെ, നെയ്യാറിലെ റിസർവോയർ ആകട്ടെ, വനമേഖലയാകട്ടെ, അതിന് ചുറ്റുമുള്ള ഈ പച്ചപ്പാകട്ടെ, ഏറ്റവും സുന്ദരമായ സീനറിയാണ് ഈ കാളിപാറയിൽ നിന്നുള്ളത്. ഈ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കാനാകാത്ത, കണ്ടു തീർക്കാനാകാത്ത അത്ര വിശേഷമുണ്ട് നെയ്യാറിൽ. ഇനിയും ഒരു റൈഡിംഗ് റിപ്പോർട്ടർ കൂടി
നെയ്യാറിലേക്ക് വരേണ്ടി വരും ബാക്കി വിശേഷങ്ങൾ കാണാൻ. ദൃശ്യങ്ങൾ പകർത്തിയ അഭിലാഷ് തൊഴൻകോടിനും ശ്രീജുവിനും ഹെലിക്യാം ഓപ്പറേറ്റർ അക്ഷയ് ശ്രീകുട്ടനുമൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം.